ഡിയർ ഫ്രണ്ട്സ്, പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന ഫോർട്ടിഫൈഡ് ചെയ്ത കുത്തരിയാണ് നമ്മൾ ഇപ്പോഴും സാധാരണയായി ഉപയോഗിച്ച് വരുന്നത്. പൊതുവിതരണ കേന്ദ്രം വഴി വിതരണം ചെയ്യുന്ന ഈ ഫോർട്ടിഫൈഡ് റൈസ് കെർണൽസ് പ്ലാസ്റ്റിക് ആണെന്ന ഒരു പ്രചരണം 3-4 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞു. ഒട്ടുമിക്ക പേരും ഈ അരിയുടെ ഉപഭോക്താക്കളായി മാറിക്കഴിഞ്ഞു. എന്നാലും എന്താണ് ഫോർട്ടിഫൈഡ് റൈസ് എന്നും എന്തിനു വേണ്ടിയാണ് ഫോർട്ടിഫിക്കേഷൻ എന്നും ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ത്യയിലെ പ്രധാന ഭക്ഷണങ്ങളിലൊന്നായ അരിയിൽ കാർബോഹൈഡ്രേറ്റ്സിനും പ്രോട്ടീനുകൾക്കും അപ്പുറം മൊത്തത്തിലുള്ള ഒരു പോഷക കുറവ് നികത്താനാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് FSSAI ഫോർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അരിയുടെ പോഷകമൂല്യം മെച്ചപ്പെടുത്താനായി ഇരുമ്പ്, ഫോളിക് ആസിഡ്, അയഡിൻ, സിങ്ക്, വിറ്റമിൻ B12 മറ്റു ധാതുക്കളും ചെറിയ അളവിൽ ചേർക്കുന്നതിനെയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കുത്തരി ഉൾപ്പെടെയുള്ള അരിക്കുള്ളിൽ വെളുത്ത ധാന്യങ്ങൾ കാണാൻ കഴിയും. ഈ കൃത്രിമ ധാന്യങ്ങളെയാണ് ഫോർട്ടിഫൈഡ് റൈസ് കെർണലുകൾ എന്ന് പറയുന്നത്. ഇത് ഉണങ്ങിയ അരിപ്പൊടിയും സൂക്ഷ്മ പോഷകങ്ങളും പ്രീമിക്സുമായി കലർത്തി എക്സ്ട്രൂഡർ മെഷീനിലൂടെ കടത്തിവിട്ട് വിവിധ പ്രോസസ്സിലൂടെ സാധാരണ അരിയുടെ വലിപ്പത്തിലും ആകൃതിയിലും വെള്ള നിറത്തിലുമുള്ള ഈ മണികളെയാണ് ഫോർട്ടിഫൈഡ് റൈസ് കെർണൽസ്, അതായത് FRK എന്ന് പറയുന്നത്. ഇത് 1:100 എന്ന അനുപാതത്തിൽ CMRൽ ചേർക്കുന്നു, അതായത് സാധാരണ അരിയിൽ ചേർക്കുന്നു. ഈ മിശ്രിതത്തെയാണ് ഫോർട്ടിഫൈഡ് റൈസ് എന്നും അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച അരി എന്നും പറയുന്നത്. അയൺ വിളർച്ച തടയുന്നതിനും ഫോളിക് ആസിഡ് രക്തരൂപീകരണത്തിനും വിറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പരിഹാരമെന്നാണ് ചിലവ് കുറഞ്ഞ ഒരു സപ്ലിമെൻ്റായി നമുക്ക് ഫോർട്ടിഫൈഡ് റൈസ് അഥവാ സമ്പുഷ്ടീകരിച്ച അരി എന്ന രീതിയിൽ പൊതുവിതരണ കേന്ദ്രം വഴി വിതരണം ചെയ്യുന്നത്. ആളുകളുടെ ഭക്ഷണ രീതികളിലോ ശീലങ്ങളിലോ യാതൊരു മാറ്റവുമില്ലാതെ പോഷക വിടവ് നികത്താൻ അനുയോജ്യമായ മാർഗങ്ങളിലൊന്നായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. അങ്ങനെ ഫോർട്ടിഫൈഡ് റൈസും നാടൻ മത്തിയും കൃഷിയിടത്തിലെ പാവക്കയും ഇഞ്ചിയും കൊണ്ട് തയ്യാറാക്കിയ ഒരു സമ്പുഷ്ടീകരിച്ച നാടൻ ചോറ്. നന്ദി, നമസ്തേ.